STS ആണെങ്കിൽ യമഹയിൽ OTS ആണ്, 1 ടച്ച് സെറ്റിംഗ്സ് ആണ്. സെറ്റുകളായി സേവ് ചെയ്യാൻ STS 1 2 3 4 4 ബട്ടണുകളുണ്ട്. ആ ബട്ടണുകളിലേക്ക് നമ്മുടെ പെർഫോമൻസ് കോർഗിന്റെ ഒരു ട്രിക്ക് തന്നെയാണ്. സെറ്റുകളാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കീബോർഡ് സെറ്റ് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. കോർഗ് PA സീരീസ് കീബോർഡ് നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ഓരോ സ്റ്റൈലിനോടും കൂടി അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ 4 കീബോർഡ് സെറ്റ് ബട്ടണുകളിലേക്ക് എങ്ങനെ ഹലോ ഫ്രണ്ട്സ്, കീട്രിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ട്രിക്കാണ് കാണാൻ പോകുന്നത് എന്നായിരിക്കും അല്ലെ. നമ്മൾ ഈ ആഴ്ച ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോ തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഇത് കോർഗിന്റെ ഒരു ട്രിക്ക് തന്നെയാണ്. കോർഗ് കീബോർഡുകളിൽ STS കീബോർഡ് സെറ്റ് എന്നൊക്കെ അറിയാവുന്ന നമ്മുടെ പെർഫോമൻസ് 4 കീബോർഡ് സെറ്റ് ബട്ടണുകളിലേക്ക് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. അപ്പൊ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ട്രിക്കുകളും അതുപോലെ നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോർഗ് PA സീരീസ് കീബോർഡുകളിൽ നമ്മുടെ പെർഫോമൻസ് എങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഓരോ സ്റ്റൈലിനോടും കൂടി സെറ്റുകളായി സേവ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കീബോർഡ് സെറ്റ് എന്നുള്ളൊരു ബട്ടൺ 1 2 3 4 4 ബട്ടണുകളുണ്ട്. ആ ബട്ടണുകളിലേക്ക് നമ്മുടെ പെർഫോമൻസിനെ നമുക്ക് സെലക്ട് ചെയ്ത് അത് സേവ് ചെയ്ത് വെക്കാം. അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നേരെ മെയിൻ സ്ക്രീനിലേക്ക് പോകാം. മെയിൻ സ്ക്രീനിലേക്ക് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ സെറ്റുകളാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ കീബോർഡ് സെറ്റ് എന്നുള്ള സെക്ഷനാണ് ഇപ്പോൾ ഇവിടെ ഓൺ ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു ഇതിൽ പിയാനോ ഉണ്ട്, ബാക്കിയെല്ലാം എംപ്റ്റി ആണ്, അത് ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പെർഫോമൻസിനെ എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഒരു പെർഫോമൻസ് തിരഞ്ഞെടുക്കുകയാണ്. അതായത് നമ്മുടെ യൂസറിലുള്ള ഒരു ടോൺ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഞാനൊരു ഗിറ്റാർ ടോൺ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു ഗിറ്റാർ പെർഫോമൻസ് ഞാൻ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പർ 1, അപ്പർ 2, അപ്പർ 3, അതുപോലെ ലോവർ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ടോണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോണ് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ പെർഫോമൻസ് ആണ് ഇത്, മറക്കരുത്, നമ്മുടെ പെർഫോമൻസ് ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡിന്റെ ഷിഫ്റ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ കാണുക. ഷിഫ്റ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഏത് ബട്ടണിലേക്കാണ് നിങ്ങൾക്ക് ആ ടോൺ വേണ്ടതെങ്കിൽ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം റൈറ്റ് കീബോർഡ് സെറ്റ് ടു സ്റ്റൈല്. അപ്പോൾ സ്റ്റൈലിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. മറ്റേ കീബോർഡ് സെറ്റ് എംപ്റ്റി ആണ്. അപ്പോൾ നമുക്ക് വേറെ ഉണ്ടെങ്കിലും അവിടെ സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ആർ യു ഷുവർ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് കാണാം. രണ്ടാമത്തേതിൽ ഇപ്പോൾ നല്ല ഒരു ഗിറ്റാറിന്റെ ടോൺ അവിടെ സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു ടോൺ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ടോണും നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് ബട്ടനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് മൂന്നാമത്തെ ബട്ടണിലേക്ക് ആ ടോണിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൂന്നാമത്തെ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ റൈറ്റ് കീബോർഡ് സെറ്റ് ടു സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ആ ടി എന്നുള്ള സെക്ഷനിൽ തിരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടോണിന്റെ പേരൊക്കെ മാറ്റാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ സെറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സെറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 2 3 ബട്ടണുകളിൽ നമ്മൾ നമ്മുടെ ടോണുകൾ നമ്മൾ സേവ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കീബോർഡിൽ
സ്റ്റൈലുകളിൽ നമ്മുടെ പെർഫോമൻസ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ സ്റ്റൈലുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിനോട് കൂടി ഈ ടോണും കൂടി ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും എന്ന് കരുതുന്നു. അപ്പോൾ കോർഗ് കീബോർഡുകളിൽ STS ആണെങ്കിൽ യമഹയിൽ OTS ആണ്, വൺ ടച്ച് സെറ്റിംഗ്സ് ആണ്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നിരവധി ട്രിക്കുകളുമായി ഇനിയും നിങ്ങളിലേക്ക് ഞാൻ എത്തുന്നതാണ്. അതുവരെ ഇറ്റ്സ് മീ സുനു സൈനിങ് ഓഫ്. ബൈ.